പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. തിരുവചനം നമുക്ക് ശ്രവിക്കാം. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കുവാനും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭ നൽകിയിരിക്കുന്ന ഈ തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗമായി നൽകിയിരിക്കുന്നത് ഒരു ക്രിസ്തു ശിഷ്യൻ, ഒരു ക്രിസ്ത്യാനിയുടെ ഭാഗധേയത്തെ പറ്റിയുള്ള കൃത്യമായ സൂചനയും കൃത്യമായ പ്രതിപാദ്യവുമാണ്. ലോകത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഭാഗ്യവാന്മാരാകുക. തൻ്റെ ഭാഗ്യം എവിടെയാണ്? തൻ്റെ ഭാഗ്യത്തിൻ്റെ കാരണങ്ങൾ എന്താണ്? ഭാഗ്യവാകാനുള്ള നെട്ടോട്ടത്തിലാണ് സകല മനുഷ്യരും. സുവിശേഷവും നമ്മോട് പറഞ്ഞു തരുന്നത് ഭാഗ്യവാനാകാനുള്ള വഴികളെ പറ്റിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 23-ാം അധ്യായവും 24-ാം അധ്യായം മുഴുവനും ഒരുവൻ ഭാഗ്യവാനാകുന്നതിൻ്റെ വഴികളെപ്പറ്റി വളരെ സുനിശ്ചിതമായി പ്രതിപാദിക്കുകയാണ്. ഒരുപക്ഷെ 23-ഉം 24-ഉം 25-ഉം അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അന്ത്യവിധിയെപ്പറ്റിയും അവസാനത്തെപ്പറ്റിയുമുള്ള ചില ഭാഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പലപ്പോഴും അതിനെ ഇതാ ലോകം അവസാനിക്കുന്നു, ലോകാവസാനത്തിൻ്റെ സൂചനകളാണ് എന്നൊക്കെ പരാമർശിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രസംഗങ്ങളും പലതരത്തിലുള്ള പ്രവചനങ്ങളുമൊക്കെ നാം കാണാറുണ്ട്. എന്നാൽ ഈ ഭാഗത്തെപ്പറ്റി കൂടുതൽ ആഴമായി നാം ചിന്തിക്കുമ്പോൾ എന്താണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഭാഗ്യം എന്ന് വളരെ സുനിശ്ചിതമായും വ്യക്തമായും സ്പഷ്ടമായും സ്ഥിരീകരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത്. ഇന്ന് പ്രത്യേകമായും വന്യ റമ്പാച്ചൻ്റെ പുണ്യ ഓർമ്മകളാണല്ലോ. അപ്രകാരം ഭാഗ്യവാനായ ഒരു വന്യപുരോഹിതൻ്റെ, ഒരു റമ്പാച്ചൻ്റെ ഓർമ്മ നിലനിൽക്കുമ്പോൾ ഭാഗ്യസ്മരണാർഹനായ മറിവാനിയോസ് പിതാവിൻ്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന ഈ നാളുകളിൽ ഈ തിരുവചന ഭാഗങ്ങൾ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഭാഗധേയം എന്ന രീതിയിൽ നാം ചിന്തിക്കുന്നത് ഏറ്റവും അനുയോജ്യമാണ്. ഒരു മനുഷ്യൻ്റെ ഭാഗ്യത്തെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ ഈ യുഗാന്ത്യത്തെപ്പറ്റിയുള്ള വളരെ വ്യക്തമായും സുനിശ്ചിതമായ ചിന്തകൾ നമുക്ക് നൽകുമ്പോൾ ഇസ്രായേൽ ജനം എപ്പോഴും ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു എന്ന് നമുക്കറിയാം. മത്തായി സുവിശേഷകൻ എപ്പോഴും ദൈവരാജ്യത്തെപ്പറ്റി പറയുന്ന രണ്ട് പ്രതിപാദ്യ വിഷയങ്ങളാണ് ഒരുക്കവും ജാഗരൂകതയും. ജാഗരൂകതയോടെ ഇരിക്കുവിൻ, ഒരുക്കമുള്ളവരായിരിക്കുവിൻ എന്നത് ഒരു പ്രത്യേകമായ വളരെ ശ്രേഷ്ഠമായ ഒരു പ്രതിപാദ്യ വിഷയമാണ്. ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രമേയമാണ്. ആ പ്രത്യേക വിഷയമാണ് ഈ 2-3 അധ്യായങ്ങളിൽ ഇവിടെ പ്രതിപാദിക്കുന്നത്. അവസാനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് ഭീകരമായും മനുഷ്യന് താങ്ങാനാവാത്തതുമായതൊക്കെ ആയി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഈ അധ്യായങ്ങളിൽ വിവരിക്കുമ്പോൾ ഈശോ കൃത്യമായും അരുളി ചെയ്യുകയാണ്, അടയാളപ്പെടുത്തുകയാണ് ഒരു പുതിയ യുഗത്തിൻ്റെ, ഒരു പുതിയ രാജ്യത്തിൻ്റെ ആരംഭം. എന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്ന യുഗങ്ങളും ആധിപത്യങ്ങളും ഇതുവരെ ഉണ്ടായിരുന്ന ഭരണക്രമങ്ങളും നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു പുതിയ ഭരണക്രമവും ഒരു പുതിയ യുഗവും യേശുവിനോടുകൂടി ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായി പറയുന്നത് ദേവാലയത്തെ പറ്റിയുള്ള നാശത്തെപ്പറ്റിയും ദേവാലയ വിശുദ്ധീകരണത്തെപ്പറ്റിയും
അത്തിവൃക്ഷത്തെ ശപിക്കുന്നതിലൂടെയുമെല്ലാം വരുന്ന വിനാശത്തെപ്പറ്റി പറയുമ്പോൾ ഇതാ ഇവിടെ ഒരു യുഗം, ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരു യുഗം, ഒരു ഭരണക്രമം ഇതാ ഇവിടെ അവസാനിക്കുന്നു. ഇതാ ഒരു പുതിയ രാജ്യം, അതായത് ദൈവരാജ്യം ഉടലെടുക്കുന്നു. ആ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ സൂക്ഷ്മതയോടെ വീക്ഷിക്കുവാൻ ഓരോ ക്രിസ്തു ശിഷ്യനെയും ക്ഷണിക്കുന്നതാണ് ഈ തിരുവചന ഭാഗം. അങ്ങനെ ആരാണ് ഭാഗ്യവാന്മാരായി തീരുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പറയുകയാണ്, തൻ്റെ ഭവനത്തിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനാണ് ഭാഗ്യവാൻ. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആധിപത്യങ്ങളും രാജ്യങ്ങളും ഒക്കെ അധികാരവും ബഹുമതികളും ശുശ്രൂഷിക്കപ്പെടലും ഒക്കെ അതിൻ്റെ അടയാളങ്ങളായി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇതാ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് ശുശ്രൂഷയുടെയും ദാസ്യതയുടെയും ഭാവമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ പ്രത്യേകമായ ഭവനം, ഒരു പുതിയ ഭവനം ഉടലെടുക്കുന്നു. ഈ അധ്യായങ്ങളിൽ ഈശോ പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. ഇതാ ഇസ്രായേലിൻ്റെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. ജെറുസലേം നഗരവും ജെറുസലേം നഗരത്തിലുള്ള ദേവാലയവുമെല്ലാം പരിത്യക്തമാകുമ്പോൾ ഇതാ ഒരു പുതിയ ഭവനം അഥവാ സഭ ക്രിസ്തുവിലൂടെ സംജാതമാകുന്നു. ആ ക്രിസ്തു സഭയുടെ ശിഷ്യനാകുന്ന, പിൻഗാമിയാകുന്ന ഓരോരുത്തരും ഉണ്ടായിരിക്കേണ്ട, ഓരോ ശിഷ്യനും ഉണ്ടായിരിക്കേണ്ട മനോഭാവത്തെ പറ്റിയുള്ള കൃത്യമായ സൂചനയാണ് ഈശോ നമുക്ക് നൽകുന്നത്. ഇവിടെ ഓരോരുത്തരും ഭാഗ്യവാന്മാരാകുന്നത് ആയുധം കൊണ്ടും അധികാരം കൊണ്ടുമല്ല, മറിച്ച് തൻ്റെ വിശ്വസ്തത കൊണ്ടും തൻ്റെ വിവേകം കൊണ്ടും തൻ്റെ ശുശ്രൂഷ കൊണ്ടുമാണ്. അപ്രകാരം മലങ്കര കത്തോലിക്കാ സഭയിൽ തൻ്റെ വിശ്വസ്തത കൊണ്ടും തൻ്റെ വിവേകം കൊണ്ടും തൻ്റെ ശുശ്രൂഷ കൊണ്ടും ഭാഗ്യവാനായി തീർന്ന ഒരു വന്യ പുരോഹിതനാണ്, ഒരു വന്യ സന്യാസിയാണ് റമ്പാച്ചനെന്ന് നമുക്കറിയാം. മാർ ഇവാനിയോസ് പിതാവിനോടൊപ്പം സഭയാകുന്ന, മലങ്കര സഭയാകുന്ന ഈ ഭവനത്തിൽ അനേക ശുശ്രൂഷകൾ ഔദാര്യപൂർവം ചെയ്ത ഒരു വന്യപുരോഹിതൻ്റെ ഓർമ്മയുടെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ ഈ തിരുവചനങ്ങൾ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആഴമായി സ്പർശിച്ചുവെന്ന് ചരിത്രം അറിയാവുന്നവർക്ക് വ്യക്തമായി അറിയാം. അപ്രകാരം വിശ്വസ്തരായിരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നിത്യജീവിതത്തെ പറ്റിയുള്ള ആ മനോഹരമായ ചിന്തയാണ് ഇവിടെ നമുക്ക് നൽകപ്പെടുന്നത്. ശുശ്രൂഷിക്കപ്പെടുന്നതിലൂടെ കരഗതമാകുന്ന നിത്യജീവൻ്റെ ഭാഗ്യം, അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യത്തിലേക്ക് നടന്നു വരുവാൻ സുനിശ്ചിതമായ തീരുമാനങ്ങളോടെ പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ സഭയോട്, ഈ ഭവനത്തോട് ചേർന്ന് നിൽക്കുവാൻ വന്യ റമ്പാച്ചന് സാധിച്ചു എന്നത് ദൈവത്തിൻ്റെ വലിയ കൃപയായി നമുക്ക് അനുസ്മരിക്കാം. അപ്രകാരം കിട്ടിയ വലിയ ഭാഗ്യം അനുസ്മരിക്കപ്പെടുമ്പോൾ അപ്രകാരം കിട്ടാത്തവർക്ക് ലഭിക്കുന്ന, അതായത് യുഗാന്ത്യോന്മുഖതയിൽ ലഭിക്കുന്ന ആ വലിയ ശിക്ഷാ നടപടിയെപ്പറ്റി പറയുമ്പോൾ പറയുന്ന വാക്കുകളാണ് വിലാപവും പല്ലുകടിയും. ഈ ജീവിതകാലത്ത് ഈ ഭവനത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരുവനും ഈ വിലാപത്തിനും പല്ലുകടിക്കും കാരണമാകില്ല എന്ന കൃത്യമായ സൂചനയും നൽകുമ്പോൾ ഒരു ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കുന്ന ഭാഗധേയം എന്താണെന്ന് വളരെ കൃത്യമായി നമ്മോട് ഈ തിരുവചന ഭാഗം നമ്മോട് സാക്ഷിക്കുകയാണ്. സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഭവനത്തോട് ചേർന്ന് നിൽക്കുന്നതിലുള്ള ആ ആനന്ദത്തിൻ്റെയും ഒക്കെ നിത്യഭാഗ്യത്തിലായിരിക്കുവാൻ ഓരോരുത്തരും വിളിക്കപ്പെടുമ്പോൾ ഞാനും നിങ്ങളുമാകുന്ന ഓരോരുത്തരും ഈ ഭവനത്തോട് ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത, സഭയോട് ചേർന്ന് നിൽക്കേണ്ട ആവശ്യകത, സഭയുടെ ശുശ്രൂഷയിൽ ഔദാര്യത്തോടെ പങ്കുചേരേണ്ട ആവശ്യകത ഈ തിരുവചന ഭാഗം നമ്മോട് അനുസ്മരിപ്പിക്കുകയാണ്. ഉണർവിൻ്റെയും ഉത്സാഹത്തിൻ്റെയും നിരന്തരമായ ജാഗരൂകതയുടെയും ഒരടയാളമാണ് സഭയ്ക്ക് നൽകപ്പെടുന്നത്. ഇവിടെ പ്രത്യേകമായി അനുസ്മരിപ്പിക്കപ്പെടുന്നതിൻ്റെ കാരണമുണ്ട്. ഓരോ ക്രിസ്തു ശിഷ്യനും അറിഞ്ഞിരിക്കുന്നതിൻ്റെ അടയാളമാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ. കാലത്തിൻ്റെ അടയാളങ്ങൾ വായിച്ചെടുത്ത്, കാലം നൽകുന്ന സൂചനകൾ വായിച്ചെടുത്ത് എല്ലാ മണിക്കൂറിലും, എല്ലാ നിമിഷങ്ങളിലും, എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തുവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നാം എടുക്കുന്ന ഓരോ തീരുമാനവും
സ്വർഗത്തിൽ എണ്ണപ്പെടുമെന്നും അത് ഭാഗ്യത്തിന് നിദാനമാകുമെന്നും ഈ സുവിശേഷ ഭാഗം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ലോകത്തിലെ മറ്റേത് കാര്യത്തിനും കാലങ്ങളും സമയങ്ങളും നിശ്ചയിക്കപ്പെടുമ്പോൾ ദൈവരാജ്യത്തിന് കാലങ്ങളോ സമയങ്ങളോ നിശ്ചയിക്കപ്പെടുന്നില്ല. കാരണം അതിന് എല്ലാ സീസണും ഫലം പുറപ്പെടുവിക്കേണ്ട, അല്ലെങ്കിൽ എല്ലാ കാലങ്ങളിലും ഫലം പുറപ്പെടുവിക്കേണ്ട ഒരു പ്രത്യേകമായ ഒരു സംവിധാനമാണ് ഈ ഭവനമെന്നും ഈ സംവിധാനമെന്നും ഈ ഭരണക്രമമെന്നും നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് സാഹചര്യങ്ങളോ കാലങ്ങളോ അനുകൂലമല്ലാത്തപ്പോൾ പോലും സുവിശേഷം പ്രസംഗിക്കുവാനും സുവിശേഷത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനും ഓരോ ക്രിസ്തു ശിഷ്യനും വിളിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് 24-ാം അധ്യായത്തിൻ്റെ 14-ാം വചനത്തിൽ പറയുന്നത്, ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടതിന് ശേഷമേ അവസാനമുണ്ടാകൂ, അല്ലെങ്കിൽ യുഗാന്ത്യമുണ്ടാകൂ. അപ്പോൾ ഇതാണ് ഓരോ ക്രിസ്തു ശിഷ്യനും മനസ്സിലാക്കേണ്ട അടയാളം. ലോകത്തിൽ പലതരത്തിലുള്ള ആത്മീയവും മതപരവുമായ തിന്മകളും, അല്ലെങ്കിൽ ധാർമ്മികമായ തിന്മകളും, അല്ലെങ്കിൽ നാച്ചുറലായ അല്ലെങ്കിൽ സ്വാഭാവികമായ തിന്മകളും ഉടലെടുക്കപ്പെടുമെന്നും അതിനൊക്കെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജാഗ്രത. ദൈവരാജ്യത്തിന് വേണ്ടി ഇപ്രകാരമുള്ള ഒരു ഒരുക്കം നടക്കുവാൻ, ഒരു ജാഗ്രത പുലർത്തുവാൻ കഴിയുന്നവനാണ് ഭാഗ്യവാൻ. എല്ലാ മതാത്മക തിന്മകളുടെയും, എല്ലാ ധാർമ്മിക തിന്മകളുടെയും, എല്ലാ സ്വാഭാവിക തിന്മകളുടെയും അപകടങ്ങളുടെയും മധ്യേ സുവിശേഷം പ്രസംഗിക്കുവാനും സുവിശേഷം പ്രഘോഷിക്കുവാനും അപ്രകാരം ഈ ഭവനത്തിലുള്ളവർക്ക്, ഈ ലോകമാകുന്ന ഭവനത്തിലുള്ളവർക്ക്, സഭയാകുന്ന ഭവനത്തിലുള്ളവർക്ക് വചനമാകുന്ന, അല്ലെങ്കിൽ ദൈവാനുഭവമാകുന്ന, അല്ലെങ്കിൽ ദൈവിക അനുഭവം സ്പഷ്ടമാകുന്ന ശുശ്രൂഷകളിലൂടെ ഭക്ഷണം നൽകുവാനും ഓരോ ക്രിസ്തു ശിഷ്യനും പ്രത്യേകമായി വിളിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, അതിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം ഓരോരുത്തരും ഭാഗ്യവാന്മാരായിത്തീരുന്നു. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും. അങ്ങനെ ആ ഭാഗ്യത്തിലേക്ക് കടന്നു നിൽക്കുവാൻ ദൈവം നമുക്ക് ഇന്ന് ഈ പ്രത്യേകമായ തിരുവചനത്തിലൂടെ ആഹ്വാനം നൽകുമ്പോൾ, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, സ്വന്തം ഭവനത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈ ലോകത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷിക്കുവാനല്ല, ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് എന്നുള്ള ആ സൂചന നൽകിക്കൊണ്ട് ഈ വചനം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.